ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഗ്ലാമറാണ് വണ്ടിയുടെ എഞ്ചിൻ വർക്കായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ചെയ്തേക്കണ വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസും നമുക്ക് എഞ്ചിൻ വർക്കിന് ശേഷം നമ്മൾ എങ്ങനെയാണ് സർവീസ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഡീറ്റെയിൽസും പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിലവിൽ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് നമ്മൾ എഞ്ചിൻ അഴിച്ചത്. ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടി ഓട്ടത്തിൽ തന്നെ വണ്ടി ഓഫായി പോയായിരുന്നു. പിസ്റ്റൺ എഞ്ചിൻ പിടിച്ച രീതിയിൽ തന്നെ വണ്ടി നിന്നേറുന്നതാണ്. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് ഫുള്ള് ജാമായി പോയേക്കായിരുന്നു. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ നമ്മളത് ലെയ്ത്തിലൊന്നും കൊടുത്തല്ല ചെയ്തത്. നമ്മൾ പാർട്സുകൾ മാറ്റിയിട്ടുണ്ടോ, എല്ലാ പാർട്സും ഡാമേജുള്ള പാർട്സുകൾ മാറ്റിയാണ് സെറ്റ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റും ഇതതിൻ്റെ പിസ്റ്റൺ ജാമായി പോയിരുന്നതാണ്. അതായത് ഓൾറെഡി ക്രാങ്ക് ഷാഫ്റ്റാണ് കംപ്ലൈൻറ്റ് വന്നിരുന്നത്. പിസ്റ്റൺ നമുക്ക് അതിക്ക് മുമ്പ് സിലിണ്ടറൊക്കെ ഒന്ന് ബോർ ചെയ്ത് യൂസ് ചെയ്തിരുന്നതാണ്. പക്ഷേ എങ്കിലും നമുക്ക് മാറ്റുമ്പോൾ നമുക്ക് അങ്ങനെ സിലിണ്ടറും പിസ്റ്റണും കൂടിയിട്ട് സെറ്റായിട്ടാണ് മാറ്റിയേക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ ക്ലച്ച് ഡിസ്ക്, അതേപോലെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ, വാൽവ്, എയർ ഫിൽറ്ററും പ്ലഗൊക്കെ നമ്മൾ കൂട്ടത്തിലൂടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഫോർത്ത് ഗിയർ കംപ്ലൈൻ്റ് ആയിരുന്നു. ഫോർത്ത് ഗിയറിൻ്റെ 2 വീല് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ തന്നെ ബെയറിംഗ് ആണ്, നീഡിൽ ടൈപ്പ് ബെയറിംഗ് ആണ്, അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ക്ലിയർ ചെയ്തെടുത്താണ്. അതിനകത്ത് ലെയ്ത്ത് വർക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് വാൽവ് മാറ്റാണ്ടായിരുന്നു. വാൽവ് മാറ്റിയിട്ട് അതിൻ്റെ വാൽവ് ഗൈഡ് ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടായിരുന്നു, സീറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ലെയ്ത്ത് വർക്ക് ചെയ്താണ്. പിന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിലും 2 ബെയറിങ്ങുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം ക്യാം ഷാഫ്റ്റിന് കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സൈഡ് ബെയറിങ് മാത്രം നമ്മൾ മാറ്റി ക്ലിയർ ചെയ്താണ്. അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടറും അതിൻ്റെ ബുഷ് കംപ്ലൈൻറ്റ് വന്നിട്ട് അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് നമ്മൾ ലെയ്ത്ത് വർക്കായിട്ട് ചെയ്തതാണ്. ബാക്കിയത്തെ പാർട്സുകൾ റീപ്ലേസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 1 ഇയർ വാറണ്ടി ഉണ്ട് നമുക്ക് നിലവിൽ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ദിവസത്തിൽ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ നമുക്ക് ഓട്ടം അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ 1000 കിലോമീറ്ററാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഓട്ടം ഉള്ളതുകൊണ്ട് 1000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാവും. അപ്പോൾ 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം, അതാണ് അതിൻ്റെ മാനദണ്ഡം പറയണത്. അതിൻ്റെ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ നമ്മൾ ഒഴിച്ചാണ് എഞ്ചിൻ ഓയിൽ മാറണം. അതേപോലെ തന്നെ നമുക്ക് ആ ക്ലച്ച് സൈഡിൽ അപ്പുറത്തെ സൈഡ് എഞ്ചിൻ്റെ കവർ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്ക്രീൻ ഫിൽറ്റർ, റോട്ടർ ഫിൽറ്ററൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. അത് അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ക്ലച്ച് കവർ നമ്മൾ അഴിച്ചിട്ട് വേണം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറേണ്ടി വരും. അതേപോലെ തന്നെ അഴിക്കുന്ന സമയത്ത് ആ ഗ്യാസ്കറ്റ് എന്തെങ്കിലും പൊട്ടാണെങ്കിൽ ആ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ വാൽവിൻ്റെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ വാൽവൊക്കെ ചെറിയ ലൂസ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് 1000 കിലോമീറ്ററിന് അത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ആ രീതിയിലുള്ളൊരു സർവീസിന് തരാൻ പറയണേണ്ട കേസ് കേട്ടോ. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ട്യൂണിങ്ങിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്യാവശ്യം വേറെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിലൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1000 കിലോമീറ്ററിലെ ഫസ്റ്റ് സർവീസ് നമ്മൾ പറഞ്ഞത്. തുടർന്ന് നമുക്ക് ഓരോ 3 മാസം കൂടുമ്പോൾ, അതായത് 4 മാസം കൂടുമ്പോൾ സർവീസ്. ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റിലത്തെ 1 മാസത്തിനുള്ളിൽ നമ്മൾ ഫിൽറ്റർ ക്ലീനിങ് ഉണ്ട്. അതിന് ശേഷം 3 മാസം കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർവീസ് വിത്ത് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ തന്നെ. അത് ശരിക്കും 3000 കിലോമീറ്ററാണ് അതിൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെ പീരീഡ്. ഓട്ടം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കിലോമീറ്റർ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് 3000 കിലോമീറ്ററിൽ കൂടാത്ത രീതിയിൽ നമ്മളത് ഓയിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരാതെ വരുമ്പോഴാണ്, കറക്റ്റായിട്ട് നമുക്ക് ടൈമിംഗ് ഒക്കെ മാറിപ്പോകുമ്പോഴാണ് എഞ്ചിൻ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻസൊക്കെ വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ അത് ഒഴിവാക്കാം. 3000 കിലോമീറ്ററിൽ ഓട്ടം കുറവുള്ള വണ്ടികളിൽ നമ്മൾ 4 മാസമാണ് അതിൻ്റെ പീരീഡ് പറയാം. ഓരോ 4 മാസത്തിലും സർവീസ് വിത്ത് ഓയിൽ ചേഞ്ച് ആയിട്ട് ചെയ്തു പോകാനാണ് പറയാറ്. അതാണ് ശരിക്കും എൻ്റെ മാനദണ്ഡം. അപ്പോൾ 4 മാസത്തിൽ കൂടുമ്പോൾ സർവീസ് ചെയ്യാം. 12,000 കിലോമീറ്ററാണ് വാറണ്ടി പീരീഡ് പറയുന്നത് കേട്ടോ. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഡാറ്റയിൽ ഉണ്ടെങ്കിലാണ് നമുക്കത് കറക്റ്റായിട്ട് വാറണ്ടിയുമായി ബന്ധപ്പെട്ട് കിട്ടുള്ളൂ. ഇത് പേടിക്കാനൊന്നുമില്ല. ഇത് കൃത്യമായിട്ട് സർവീസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നത് കേട്ടോ. അത്രയും കേസ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്കിപ്പോൾ ഒരു 1000 കിലോമീറ്റർ നമ്മൾ പറഞ്ഞല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു മിനിമം സ്പീഡൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം പുതിയ റിങ്സും പിസ്റ്റണൊക്കെ പുതിയതാണ്. അപ്പോൾ അതിൻ്റെ സീറ്റിങ്ങൊക്കെ കറക്റ്റ് ആയി കിട്ടുക. കുറേ ചൂടാവുകയും പഴുക്കുകയും അത് നോർമൽ രീതിയിലേക്ക് ആകുമ്പോഴത്തേക്കും ഒരു 1000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും പക്കെ ആയിക്കോളും. അത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. മാറ്റിയ പാർട്സുകളാണ് ഈ കാണുന്നത്. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇനി വാട്ടർ സർവീസ് കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഓൾറെഡി പൊല്യൂഷൻ്റെ ടെസ്റ്റൊക്കെ നടത്തിയായിരുന്നു. പൊല്യൂഷനൊക്കെ പാസ്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയത്തെ വർക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ലായി കഴിയുമ്പോൾ വിളിച്ചോളൂ. ഓക്കെ.